നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിൽ, കോട്ടയം പുതുപ്പള്ളിയിലാണ്. അവരെ ജെൻ എൻ്റർപ്രൈസസ് എന്ന പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് കാണുമ്പോഴറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റായിട്ടുള്ള നമ്പർ 1 ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ബ്രാൻഡാണ് മാർഷൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഓൾ കേരള ഫ്രാഞ്ചൈസിയാണ് നമ്മുടെ പുതുപ്പള്ളിയിലുള്ള ഈ ജെൻ എൻ്റർപ്രൈസസ് എന്ന പ്രസ്ഥാനം. അപ്പോൾ ഇന്ന് വാൾപേപ്പറിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. പിന്നെ ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു, നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയിലുള്ള ഡിസൈനേഴ്സിനെ, ഫ്രീലാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഡിസൈനേഴ്സിനെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റ് നമ്മുടെ ചാനലിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കാണുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രം. നിങ്ങൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഉണ്ട്. ഡോക്ടർ ഇൻറ്റീരിയർ തന്നെ ഫേസ്ബുക്ക് ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഒന്നോ രണ്ടോ മൂന്നോ ഫോട്ടോസ്, നിങ്ങൾ പറ്റാവുന്ന അത്ര ഫോട്ടോസ് ഇടുക. ആ ഫേസ്ബുക്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്പർ കൂടി ഇട്ടാൽ ഞാൻ ആ നമ്പർ തിരിച്ച് വിളിച്ചോളാം. എന്നിട്ട് ഓരോ വീഡിയോയിലും നമ്മൾ അവരെക്കുറിച്ച് അവരുടെ 1, 2, 3 വർക്കും പിന്നെ അവരെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഉപകാരപ്രദമാവും. ഓരോരോ ഡിസ്ട്രിക്റ്റ് അനുസരിച്ച് അവർക്കും അത് പ്രയോജനപ്രദമാവട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും ഇത്ര മികച്ച രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീഡിയോസ് വരുന്ന ചാനൽ കൂടിയാണ് ഡോക്ടർ ഇൻറ്റീരിയർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ ചെയ്തു തരേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യം, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും ചെയ്യുക. മാർഷൽസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ഫേമാണ്. അതായത് വാൾപേപ്പറിൽ നമ്പർ 1 ആയിട്ടുള്ളൊരു ഫേമാണ്. അതിൻ്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സുമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാൾപേപ്പറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ഞാൻ നേരത്തെയൊക്കെ വിചാരിച്ചിരുന്നത് ഒരുപാട് റേറ്റുള്ള പ്രൊഡക്റ്റാണ് സ്ക്വയർ ഫീറ്റിന്. പക്ഷേ നമുക്ക് ഏത് റേഞ്ചിലും കിട്ടുമെന്നൊരു പ്രത്യേകത ഉണ്ട്. ബ്രാൻഡഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി അത് കീപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രസ്ഥാനത്തിൽ, ഇതിപ്പോൾ 5 വർഷമായി ഈ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റാഫായിട്ടുള്ള സിജോബായാണ്. നമുക്ക് അദ്ദേഹമായിട്ട് ഒന്ന് നേരിട്ട് ബന്ധപ്പെടാം, പുള്ളിയോട് തന്നെ ചോദിക്കാം. അപ്പോൾ ആൾ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരും. സിജോബായ്, നമസ്കാരം. അതായത് നമ്മളൊരു ഷോപ്പിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ആ ഷോപ്പിൻ്റെ തീം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിക്കവാറും എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ കയറി വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ സീലിംഗ് ഉൾപ്പെടെ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ വാൾപേപ്പേഴ്സാണ്. അതെ, എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വാൾപേപ്പേഴ്സ് ആണ് അല്ലേ? ഇത് ഫുൾ വാൾപേപ്പേഴ്സ് ആണ്. ഈ സീലിംഗ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ഇത് വരുന്നില്ലേ, അത് സീലിംഗിന് മെയിൻ ആയിട്ടുള്ളതാണ്. അത് നമുക്ക് വൈറ്റ് തന്നെയായിട്ടുള്ള ആൽബംസ് ഉണ്ട്. ഇത് സീലിംഗിന് വേണ്ടി തന്നെയുള്ള ആൽബമാണ്. ഇത് നമുക്ക് വേണേൽ കളർ ചെയ്യാൻ പറ്റും. അതായത് ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കണ്ടില്ലേ, യെല്ലോ കളർ വെച്ചിരിക്കുന്നത് ഈ സെയിം ഡിസൈൻ ആണ്. ഇതെല്ലോ കളർ ചെയ്തിരിക്കുന്നതാണ് അല്ലേ? അത് നമ്മൾ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. യെല്ലോ വേണേൽ യെല്ലോ ചെയ്യാം, റെഡ് വേണേൽ റെഡ് ചെയ്യാം, പിങ്ക് ചെയ്യാം, ഏത് വേണമെങ്കിലും. അല്ലെങ്കിൽ വൈറ്റ് ഫീൽഡാണ് വൈറ്റ് ആയിട്ട് തന്നെ കിടന്നോളൂ. പല ഡിസൈൻസ്. ഇത് സീലിംഗിന് വേണ്ടി തന്നെയുള്ള, സീലിംഗിനല്ല, വേറെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇഷ്ടപ്പെടുന്ന ഏത് ഏരിയയിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മാറ്റ് ഫിനിഷാണ്. ഇതിന് വേറെ ഫിനിഷസ് ഉണ്ടോ, ഗ്ലോസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് ഓരോ ഡിസൈനിലും ബേസ് ചെയ്ത് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പം സാറിന് വേറെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, അത് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഈ ഡിസൈൻ, ഈ ഒരു ആൽബത്തിൽ ഈ ഡിസൈൻ ഇത് നിങ്ങൾക്ക് സീലിംഗിന് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സീലിംഗ് സാധാരണ നമ്മളിപ്പോൾ ജിപ്സത്തിനൊക്കെ ചെയ്യുന്ന പോലെ ആ വൈറ്റ് ഒരു ഹൈറ്റ് തോന്നിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് പല ഡിസൈൻസിൽ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. തന്നെ വൈറ്റ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി. പിന്നെ ഇതുപോലെ ഇപ്പോൾ കാണുന്ന ഒരു ടീക്ക് ഫിനിഷ്, അതായത് ഇതിനൊരു എന്താ പറയുന്നത്, ഇതിന്റെ ഗ്രെയിൻസിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കും. ശരിക്ക് ടീക്കിന്റെ ഒരു മരം കൊണ്ട് ചെയ്തതല്ല നമുക്ക് തോന്നത്തുമില്ല. ഇപ്പം മെയിനായിട്ട് ഇപ്പം നമ്മൾ TV പാനൽസിന്റെ ബാക്ക് സൈഡ് ഇപ്പം ഓരോരുത്തരും കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. ഒറിജിനൽ വുഡ് ചെയ്യുമ്പോഴെങ്ങനെ കോസ്റ്റ് കൂടുന്നതിന് പകരം വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ബാക്ക് സൈഡ് ചിലപ്പം ഈ വുഡ്, അതായത് വാൾപേപ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അട്രാക്റ്റീവും കുറച്ച് കോസ്റ്റും കുറവായിരിക്കും. ഇനി ഒന്ന് ചോദിക്കാനുള്ള, ഇപ്പോൾ സാധാരണക്കാർക്ക് അറിയാനുള്ളൊരു കാര്യം, വാൾപേപ്പേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭിത്തിയെ നീർപ്പമുള്ള ഏരിയയിൽ വാൾപേപ്പർ ഒട്ടിക്കാൻ പോവുകയും ചെയ്യരുത്. അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മെയിനായിട്ട് മഴ കൂടുതലുള്ള ഏരിയ, നേരം ഭിത്തിയിൽ മെയിനായിട്ട് ഈർപ്പം വരും. അതുപോലെ ബാത്റൂമിന്റെ അകത്ത് ബാത്റൂമുള്ള വാളില്ലേ, പിന്നെ അതിന്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കാൻ ഈർപ്പം ഉണ്ടെങ്കിൽ, ഈർപ്പമില്ലേ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. മെയിനായിട്ട് ഈർപ്പമുള്ള ഏരിയയിൽ ഒട്ടിക്കാതിരിക്കുക. പിന്നെ ഇതിൽ ബേസ്, അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ മെറ്റീരിയൽ എന്താണ്, അതായത് എന്താണ് വാൾപേപ്പർ മെറ്റീരിയൽ? ഇത് പല മെറ്റീരിയൽസ് ഉണ്ട്. ഇത് വോവൻ ഉണ്ട്, നോൺ വോവൻ ഉണ്ട്, മിക്കവാറും PVC കോട്ടൺ ഉണ്ട്. PVC കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷബിളാണ് സാധനം.
അതായത് ഇപ്പോൾ ഒരു ചെളി പറ്റുക, നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്തത് മാറ്റാൻ പറ്റും. അതിന് ആ ഒരു തുണി, നനഞ്ഞ തുണി കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും ആ ചെളി പറ്റിയ ഏരിയ തുടച്ചു കളഞ്ഞാൽ സംഭവം പൊക്കോളും. PVCയുടെ ബേസ് ഇതാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ PVC ബേസ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും തുടയ്ക്കാൻ പറ്റും, പക്ഷെ അധികം വാട്ടർ ഉപയോഗിക്കരുത്. ഡിസൈൻസ് ചെയ്യുമ്പോൾ ഒരു പെയിന്റ് ചെയ്യുന്നതാവുമോ അല്ല എന്നുണ്ടെങ്കിൽ വാൾപേപ്പർ ചെയ്യുന്നതാവും ഒരു റൂമിനൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ? ഇപ്പോൾ സാധാരണഗതിയിൽ വാൾപേപ്പേഴ്സൊക്കെ സിംഗിൾ റൂമിലോട്ട് കൊടുക്കുന്നവരുണ്ട്, ചിലർ ബെഡ്റൂമിൽ കൊടുക്കും, ചിലർ ലിവിങ്ങിലായിരിക്കും, ചിലപ്പോൾ ഇതുപോലെ ഇപ്പം നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ബുക്ക് ഷെൽഫ് ഡിസൈൻസ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ഇപ്പം എന്നാ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ താല്പര്യം കാണും. മെയിനായിട്ട് ഇത് നമുക്ക് പെയിന്റ് കിട്ടുകയല്ല ഇങ്ങനെയുള്ള ഡിസൈൻസ്. അതായത് പെയിന്റിന് ഒരു പരിധിയുണ്ട് മെയിനായിട്ട്. അതായത് ഓരോ കളർ, ഒന്നുകിൽ ഒരു കളർ എല്ലാത്തിലും ഒരു ടെക്സ്ചർ വർക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പല ഡിസൈൻസ് വാൾപേപ്പർ ചെയ്ത് ഭിത്തികൾക്ക് കയറ്റാൻ പറ്റും. സിംഗിൾ വാൾ ആയിരിക്കും കൂടുതൽ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടോ? സിംഗിൾ, അതും കസ്റ്റമറിന്റെ താല്പര്യം പോലെ ഇരിക്കും. ചിലപ്പോൾ ആണെങ്കിൽ ഒരു ബെഡ്റൂമിന്റെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യും, ചിലർക്ക് അങ്ങനെ അല്ല, ഫുൾ ചെയ്യേണ്ടവർക്ക് ഫുൾ ചെയ്ത് കൊടുക്കും. അതായത് ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബാക്കി 3 വേറെ കളർ ചെയ്ത് കൊടുക്കും, സീലിംഗ് ചെയ്യും. ഇതിപ്പോൾ നോർമലി നമ്മളൊരു വോളിലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. നമ്മൾ അല്ലാതെ ഒരു പെയിൻറ്റുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു റേഞ്ച് വ്യത്യാസം ഉണ്ടാവുമോ? നമ്മുടെ ഓൾറെഡി സ്ഥലം കോസ്റ്റ് കൂടുതലാണ്. നമ്മൾ മാർഷലിൻ്റെ ബ്രാൻഡഡ് സാധനമാണ് സെയിൽ ചെയ്യുന്നത് ഇവിടെ. അതായത് നമുക്ക് സ്ക്വയർ ഫീറ്റ് 30 തൊട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. 30 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതായത് 58 സ്ക്വയർ ഫീറ്റിന്റെ റോളാണ് സാധാരണഗതിയിൽ വരുന്നത്. 58ന്റെ ഉണ്ട്, 76ന്റെ ഉണ്ട്, 84ന്റെ ഉണ്ട്. മെയിനായിട്ട് 58 സ്ക്വയർ ഫീറ്റിന്റെ റോളാണ് വരുന്നത്. നമുക്ക് 58 സ്ക്വയർ ഫീറ്റിന്റെ റോൾ എടുത്താൽ അതിനകത്ത് മെയിൻ വേസ്റ്റ് ഒരു 8 സ്ക്വയർ ഫീറ്റോളം വേസ്റ്റേജ് വരും. കട്ടിംഗ് വേസ്റ്റും ഡിസൈൻ മാച്ച് ചെയ്യുമ്പോഴും വേസ്റ്റേജ് വരും. നമുക്കൊരു 50 സ്ക്വയർ ഫീറ്റ് മാക്സിമം ഒട്ടിക്കാൻ പറ്റും. ചിലതിൽ കിട്ടത്തില്ല 50, എന്നാലും 50 സ്ക്വയർ ഫീറ്റ് മാക്സിമം നമുക്ക് ഒട്ടിക്കാൻ പറ്റും, സാധിക്കും ഒരു റോൾ കൊണ്ട്. എനിക്ക് 30ന്റെ നമ്മുടെ ഒന്ന് കാണാൻ പറ്റും. ഇത് നമ്മുടെ 30ന്റെ ഡിസൈൻസ് ആണ് അല്ലേ? 30 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന ഡിസൈൻ മെയിൻ ആയിട്ട് ഒട്ടിച്ചിരിക്കുന്ന ഒരു വാളിൽ ഒട്ടിച്ചിരിക്കുന്ന പിക്ചറാണ്. അതായത് ഒരു ഗണപതിയുടെ മെയിൻ ആയിട്ട് ഒരു പൂജാ റൂമിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇതാണ് അതിന്റെ മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ ഡയറക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇത് തോന്നുന്നില്ല. ഇത് വാളെ കയറി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കല്ലിൽ കുത്തിവെച്ച ഗണപതി, ഒരു വിനായകന്റെ രൂപങ്ങളാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഒരു ഏൻഷ്യൻ എന്താ പറയുന്ന പഴയ ഒരു ശില്പകലയുടെ ഒരു ശൈലിയിലുള്ള, എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് ഡിസൈൻസ് ഇതുമാതിരി തന്നെ കിട്ടുമായിരിക്കും. ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്, വേറെ ആൽബംസിലുണ്ട്. ഇത് ഒരു വൈറ്റിഷ് അല്ലേ, ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്. ചിലർക്ക് ബ്ലാക്ക് കുറച്ചുകൂടെ ഡാർക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് 30 രൂപയുടെ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ വാളിലോ അല്ലാതെ ഒരു ഷോ വാളിലോ ഒക്കെ ചെയ്യാൻ സാധിക്കും. നമുക്ക് അത് കസ്റ്റമർ ചോയ്സ് ആണ് മെയിൻ ആയിട്ട്. അവരിപ്പം ചിലപ്പം വിസിറ്റേഴ്സ് റൂം, അല്ല ബെഡ്റൂം ബാക്ക്, ബെഡ്റൂം ഹെഡിന്റെ ബാക്ക്, അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് എക്സ്റ്റീരിയർ ചെയ്യാൻ സാധിക്കുമോ? അതായത് ഇപ്പോൾ സിറ്റ് ഔട്ടിൽ ഒരു സിംഗിൾ വാൾ ഉണ്ട്, ഒരു ഷോ വാൾ ഉണ്ടെന്ന് കണക്കുക, അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് മഴ അങ്ങനെയുള്ള വെള്ളങ്ങളുടെ ഒരു, അതായത് വെള്ളം അധികമായിട്ട് ഡയറക്റ്റ് പതിക്കാത്ത ഏരിയകളിൽ സാധിക്കും. ഫെയ്ഡിങ്ങിന്റെ വെയിലടിച്ച ഫെയ്ഡിങ് ഒന്നും വരത്തില്ല, ഇല്ലാത്ത ഏരിയയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 30 രൂപയുടെ മെറ്റീരിയലാണ്. ഇനി അതിൻ്റെ അല്ല, ഇതിപ്പോൾ തന്നെ നമുക്ക് 10 ലക്ഷം ഡിസൈൻസ് തന്നെ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 45 രൂപയുടെ ആണല്ലേ? 45 പല റേറ്റ് ഉണ്ട്, 34 ഉണ്ട്, പല റേറ്റുകളുടെ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ഏകദേശം ഒരു 1000-ഓളം ആൽബംസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? 1000 ഏകദേശം 1000 ആൽബംസിനായിട്ട് അതുപോലെ ഡിസൈൻസ് നമുക്കൊരു 10 വീഡിയോയിലല്ല 20 വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്ര ഡിസൈൻസ് ഉണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ. ഇത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. പല ഒരു എന്താ പറയുന്നത്, ഈ ടൗൺസിൻ്റെ ഒക്കെ ആയിട്ടും ഒക്കെ ഡിസൈൻസ് 45 രൂപയുടെ സ്ക്വയർ ഫീറ്റ് വരുന്ന അതിൻ്റെ വേറൊരു ഡിസൈനാണിത്. ഇത് ഗ്രാന്യൂൾസ് പോലത്തെ ഡിസൈനാണ്. നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ ഈ ടെക്സ്ചർ, ഗ്രാന്യൂൾസ് ടെക്സ്ചറൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഡിസൈൻ. ഇതിപ്പോൾ ഞാനൊരു കാര്യമായിട്ട് ചോദിച്ചോളാം, നമുക്കിവിടെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഡിസൈൻ അങ്ങനെ വല്ലതും പറയാനുണ്ടാവോ? ഒരു ട്രെൻഡിങ് ഡിസൈൻ ആൾക്കാർ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്ന മെയിനായിട്ട് ഇന്റീരിയേഴ്സ് വന്നാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അവർക്ക് പല ചിലപ്പം കസ്റ്റമർ കൺസെപ്റ്റ് കാണാം. അവർ കസ്റ്റമർ പറയും ചിലപ്പം ഫ്ലവർ ടൈപ്പ് വേണം, അല്ല ടെക്സ്ചർ ടൈപ്പ് വേണം. അത് ഇപ്പം എന്നാണോ ചില ഇന്റീരിയേഴ്സ് വന്ന് ടെക്സ്ചർ ചെയ്ത് ഈ ആൽബത്തിൽ ടെക്സ്റ്റൈൽസ് തന്നെ ഉള്ളൂ ഈ ആൽബത്തിൽ. അതായത് ഒരു സ്റ്റോൺ ടൈപ്പ്. അതെ അതെ,
അതായത് നമ്മുടെ ഇത് ഇപ്പോൾ പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്ന ടെക്സ്ചർ പെയിൻറ്റിങ്ങിന് പകരമായിട്ട് നമുക്ക് സിംഗിൾ വാളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചർ ടൈപ്പ് ഡിസൈനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത് എത്രയാണ് റേറ്റ് വരുന്നത് നമുക്ക് സ്ക്വയർ ഫീറ്റ്? സ്ക്വയർ ഫീറ്റ് 50 വരും. ഒരു റോൾ വരുമ്പോൾ 2900 വരും. 2900 റുപ്പീസ് റോളിനും 50 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഇൻസ്റ്റലേഷൻ വരും. ഇൻസ്റ്റലേഷൻ ചാർജ് നമുക്ക് പറയാൻ സാധിക്കും. ചാർജ് പലരും പല റേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 400 to 700 റുപ്പീസ് വരെ ഓരോരുത്തർ ചെയ്യുന്നവരുണ്ട്. ഇനി ഇതിപ്പം നമ്മൾ കണ്ടത് ഒരു സ്റ്റാർട്ടിംഗ് എൻഡാണ്. പല റേറ്റിൽ നമുക്ക് കിട്ടും. ഒരു ടോപ്പ് വേരിയന്റ്, അതായത് ഇത്ര രൂപ തൊട്ട് ഇത്ര രൂപ വരെ ഒന്നും ഉണ്ടെന്ന് കാണിക്കാനായിട്ടാണ്. ഇതാണ് ഏറ്റവും ടോപ്പ് ഡിസൈൻ അല്ലേ? ഇത് ഹാൻഡ് മെയ്ഡ് ആണ് മെറ്റീരിയൽ. അതായത് ഇത് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് വരുന്ന 1560 രൂപ വരും. ഓ, ഒരു സ്ക്വയർ ഫീറ്റ്. ഒരു റോൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്വയർ മീറ്റർ കണക്കാണ്. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ? മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് വരുന്നത്. ഇതിന്റെ കറക്റ്റ് പറയാം. ഇത് കൈകൊണ്ട് തന്നെ തുന്നിയെടുത്ത് ചെയ്യുന്ന പോലത്തെ ഡിസൈനാണ് ഇത് കൈകൊണ്ട് ചെയ്യുന്ന സംഭവം. ഓക്കെ, ഇതൊക്കെ ശരിക്കും പറയാൻ നമ്മളെ പോലുള്ളൊരു സാധാരണക്കാരന് പറ്റത്തില്ല. അംബാനിക്കൊക്കെ സാധിച്ചേക്കും. അംബാനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത സാധനം ഇവിടെ ഉണ്ട്. അതുകൂടെ ഒന്ന് കാണിച്ചു. അംബാനിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അംബാനി വന്നു. മുംബൈയിൽ അംബാനിയുടെ ഫ്ലാറ്റിന് വേണ്ടി ചെയ്ത ഡിസൈനാണ്. പുള്ളിക്ക് വേണ്ടി തന്നെ ചെയ്തേക്കുന്നതാണ്. അതായത് അതിനുശേഷം ഇവര് മാർക്കറ്റിൽ കൊണ്ടുവന്നത് അങ്ങനെയാണ്. മാർഷൽസിന്റെ ഇതാണ് അംബാനിയുടെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പുള്ളിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് അല്ലേ? സ്ക്വയർ ഫീറ്റ് 84 വരും. സ്ക്വയർ ഫീറ്റ് 84 റുപ്പീസ്. ഓക്കെ, ഇതിന്റെ എല്ലാ ഡിസൈൻസിനും ആ റേറ്റ് തന്നെ വരിക? ഈ ആൽബത്തിലെ ഫുൾ ഡിസൈൻസിനും ഈ റേറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് നല്ലൊരു ആൽബമാണ്. അതായത് ഓരോ ആൽബത്തിലുള്ള ഡിസൈൻസ്, ഓരോ റേറ്റിലുള്ള ഡിസൈൻസ് ഓരോ ആൽബത്തിലാക്കിയിരിക്കുകയാണോ? ഓരോ ആൽബത്തിലാക്കി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ട 30ന്റെ ആൽബത്തിൽ 30ന്റെ ഡിസൈൻസും 45ൻ്റെ ആ ഒരു റേറ്റിലുള്ളതും ഇതിൽ ഫുള്ള് 84 രൂപയുടെ ഡിസൈൻസിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? പിന്നെ വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് റെക്സിൻ ടൈപ്പ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ റെക്സിൻ അല്ലെന്ന് ആരും പറയത്തില്ല. ഒരു വാളിൽ ഇത് ഈ മെറ്റീരിയൽ കയറി ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് വന്ന് നോക്കിയാൽ റെക്സിൻ ചെയ്തേക്കുന്നതാണേ പറയുള്ളൂ. അതിന്റെ സ്റ്റിച്ചിങ്ങും ഒരു ആൾ പിടിച്ചു നോക്കുവാണെങ്കിലും എല്ലാം സെയിം ഫീലിംഗ്. പക്ക ലെതർ ആയിട്ടുള്ള നമുക്കൊരു ഫീൽ ചെയ്യും അല്ലേ? ഈ ആൽബം ഫുൾ അതാണ് റെക്സിൻ തന്നെ അല്ലേ? റെക്സിൻ ടൈപ്പ്, പല കളറ്, പല ഷെയ്ഡ്സ്. കോപ്പർ ക്ലൗഡി തന്നെ വേറൊരു ഡിസൈന്. ഇതെല്ലാം ഏത് കളേഴ്സിന്? ഇത് ഞാൻ ചോദിച്ചോട്ടെ, നമുക്കിത് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? കസ്റ്റമൈസ് ഉണ്ട്. അത് പിക്ചർ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെറിയ ആൾക്കാർ ഇന്ന പിക്ചർ വേണമെന്ന് പറഞ്ഞു വരും, നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട്. എന്നുവെച്ചാൽ അവരോട് നമ്മൾ പറയുന്നത് ഷട്ടർ സ്റ്റോക്കിൽ കയറി അവരുടെ പിക്ചർ റെസൊല്യൂഷൻ കൂടി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സൈസിന്, അവരുടെ വാളിൽ ചിലപ്പോൾ കുറച്ച് വലുതായിരിക്കും, ചെറുതായിരിക്കും, അവരുടെ സൈസിൽ ആ പിക്ചർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈർപ്പമൊന്നും ഇല്ലാത്തൊരു ഭിത്തിയാണ്. നമ്മളിത് ഒട്ടിച്ചു കറക്റ്റായിട്ട്, ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നാ പറയുന്നത് വേവ്സ് ഒന്നുമില്ല, കറക്റ്റായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂറേഷൻ കൊടുക്കാൻ പറ്റും. ലോങ് ലൈഫ് ഒരു കുഴപ്പമില്ല, നാളെ വേണമെങ്കിലും കിടക്കണം. നിങ്ങളിപ്പം വാൾപേപ്പർ ഇൻസ്റ്റാൾ ചെയ്തൊരു വാൾ ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് അത് കണ്ടിട്ട് ബോറായി തുടങ്ങി, നിങ്ങൾക്ക് അത് മാറ്റി വേറെ ചെയ്യണം. നിങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷനാവും, ഇതൊക്കെ ഇളക്കുമ്പോൾ ഭിത്തിക്ക് പ്രശ്നം വരുമോ എന്നാണ്. അത് നല്ലതായിട്ട് കുതിർത്ത് നല്ലൊരു ഇൻസ്റ്റാളർക്ക് അത് ഈസി ആയിട്ട് ഇളക്കി മാറ്റിയിട്ട് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് നമ്മളൊരു ഇൻസ്റ്റാളറെ വിളിക്കണത് നമുക്കൊരു സാധാരണ നമ്മുടെ കസ്റ്റമർക്ക് അതായത് കുറെ മനോധൈര്യമാണ്. ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതുണ്ടെങ്കിൽ നല്ലതായിട്ട് കുതിർക്കുക, അത് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക, ഈസി ആയിട്ട് ഇതിഞ്ഞു പോരുകയും ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈർപ്പമൊന്നും ഇല്ലാതെ ഭിത്തിയാണെന്നുണ്ടെങ്കിൽ ലോങ് ലൈഫ് കിടന്നോളൂ. നമുക്കത് നാളെ മാറ്റാൻ വേറെ പൊട്ടിയിട്ട വാളിലാണ് ഇത് ചെയ്യുന്നത്. പൊട്ടിയിട്ടാതെ വാളി ചെയ്താൽ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അതിന്റെ ഭിത്തിയുടെ ആ ഇതെല്ലാം ഫീൽ ചെയ്യും. അതെ, പൊട്ടിയിട്ട് പ്രൈമർ അടിച്ചോ അടിക്കാതെയോ ചെയ്യാം, അങ്ങനെയാണോ? ഏത് വാളിലും ചെയ്യാം. മെയിൻ ആയിട്ടും പൊട്ടിയിട്ട് ഒരു പ്രൈമർ അടിച്ച വാളിലാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വാട്ടർ ലെവൽ കിട്ടണം, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ. യെസ്, ഇത് ഒരു പ്രീമിയം ആൽബമാണ്. ഇത് 76 സ്ക്വയർ ഫീറ്റിന്റെ റോളാണ് ഇത് മെയിൻ ആയിട്ടും വരുന്നത്. ഇതൊരു മാർബിൾ ഫിനിഷ്. ഇത് കയറി കഴിഞ്ഞാൽ വാളെ മാർബിൾ കയറിയിരിക്കുന്നേ പറയുള്ളൂ. അത് മാർബിൾ ആയി തേക്കുന്നുണ്ടല്ലേ, അതിന്റെ ഡിസൈൻ എക്സ്ട്രാ ഒരു ഡിസൈൻ കയറിയിരിക്കുന്നത്. ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഡാർക്ക്. ഇത് ഒട്ടിച്ചിരിക്കുന്നതാണ് ഈ കളർ. ഇത് ഒട്ടിച്ചിരിക്കുന്ന വോള് പോലെ നമ്മളിവിടെ ഇത് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ? ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി ഈ ഡിസൈൻ ഒട്ടിച്ചേക്കുന്നത് ഒരു വ്യവസായമായിട്ടുള്ള, അതായത് ഒരു മാർബിൾ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇത് ജോയിൻസ് അറിയില്ല എന്നൊരു ജോയിൻസ് അറിയില്ല. അതായത് ഒട്ടിക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മളിത് മേടിച്ചുകൊണ്ട് പോയിട്ട് തന്നെത്താൻ ഒട്ടിക്കാൻ ശ്രമിക്കരുത്.
ഒരിക്കലും അത് സാധിക്കത്തില്ല. ഇതൊരു കറക്റ്റായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് സ്ക്വയർ ഫീറ്റ് എത്ര രൂപ വരുന്ന പ്രൊഡക്റ്റാണ്? ഇത് സ്ക്വയർ ഫീറ്റ് 82 ആണ്. ഓ, പ്രീമിയം ആണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു മാർബിൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ 200 രൂപ നമ്മൾ സ്ക്വയർ ഫീറ്റിന് കൊടുക്കണം. 200 രൂപ കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്. എന്നാൽ നല്ല ഇറ്റാലിയൻ മാർബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ശരി ഒരു 300-350 രൂപ സ്ക്വയർ ഫീറ്റിന് ആവില്ല. 10 വർഷം നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ മാർബിൾ മാറ്റാൻ പറ്റും. അതെ, ഇതൊരു 10-12 വർഷം കഴിഞ്ഞ് നിങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റിയിട്ട് വേറെ ഫിക്സ് ചെയ്യും. അല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം മാർബിൾ എന്നൊക്കെ പറഞ്ഞാൽ 3 വർഷം 4 വർഷം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിനകത്ത് വാക്സ് പോളിഷോ ഡയമണ്ട് പോളിഷോ കൊടുത്ത് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് അങ്ങനെ ഒരു മെയിൻ്റെനൻസ് ആവശ്യമില്ല. മെയിൻ്റെനൻസ് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഒരു റോളായിട്ടാണ് വരിക. അപ്പോൾ ഇതിന്റെ സൈസ് ഒക്കെ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ കണ്ട ഒരു ആൽബത്തിലെ റോളാണ് മാർബിൾ എന്ന് പറഞ്ഞത്. ഇത് 76 സ്ക്വയർ ഫീറ്റിന് റോളാണ് വരുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഇതുപോലെ 58 സ്ക്വയർ ഫീറ്റിന് റോൾസുകളായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് വേസ്റ്റേജ് 58 സ്ക്വയർ ഫീറ്റിനാണ്. വേസ്റ്റേജും പോയിട്ട് ഒരു 50 സ്ക്വയർ ഫീറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒട്ടിക്കാൻ പറ്റും. അതായത് നമുക്കൊരു 10 അടിയുടെ ഒട്ടിക്ക് മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു 10 അടിയുടെ വാളാണ് വെക്കുക. അതായത് ഓരോ ഇഞ്ചസ് എക്സ്ട്രാ നമ്മൾ എടുക്കണം. 10.2 ഇഞ്ച്. അതായത് വാളുകളെല്ലാം ഈവൻ ആയിരിക്കും. നമുക്ക് തേപ്പിന് ഒരു പൊളച്ചിലും ഒരു ചെരുവും എല്ലാം അതിനാണ് നമ്മൾ എക്സ്ട്രാ ഇടുന്നത്. എന്നിട്ട് നമ്മളത് ഒട്ടിച്ച് കഴിയുമ്പോഴേ മേളിലും താഴെ എക്സ്ട്രാ കിടക്കുന്ന കട്ട് ചെയ്ത് കളയും. ഇത് നമ്മൾ ഇപ്പോൾ സീലിംഗിൽ കാണുന്ന അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് തോന്നുന്നല്ലേ? ഡിസൈൻസ് ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ശ്രദ്ധിക്കേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കഴിവ് പ്രധാനമാണ് അല്ലേ? നമ്മൾ ഈ സീലിംഗിൽ കാണുന്ന സംഗതി ഒരു ജോയിന്റ് പോലും ഇല്ലാതെ ഇങ്ങനെ ഒട്ടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് അത്ര എക്സ്പെർട്ടീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. മെയിൻ സീലിംഗിൽ ഒട്ടിക്കുമ്പോൾ നല്ല പെർഫെക്ഷൻ ആയിട്ട് ഒട്ടിക്കുകയും വേണം. അതെ, വാളിൽ ഒട്ടിക്കുന്നതിലും കുറച്ച് റിസ്കിയാണ് സീലിംഗിലോട്ട് പോകുന്നത്. പ്രൊഡക്റ്റ് ഇവിടുന്ന് അവൈലബിൾ ആണ്. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കൂടാതെ ഇവരുടെ നമ്പർ അടക്കമുള്ള കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലാണ്. ഇതൊരു സ്റ്റുഡിയോ പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ? വരുന്ന കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടി ഇതാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ വൈറ്റ് ഡിസൈൻ കാണിച്ചു, വൈറ്റ് ചെയ്യാൻ, പിന്നെ നമ്മള് ഒരു കാണിക്കാൻ വേണ്ടിയുള്ള. അതെ അതെ അതെ, അതായത് ഷോറൂം ഡിസ്പ്ലേ ആണെന്ന് കണക്കാക്കുക. ഇതിലിവിടെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് വേണേൽ ചെയ്യാം. ഇപ്പോൾ ഒരു ഭിത്തിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഡിസൈൻസ് നമുക്കിവിടെ ഒരു ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം അതൊരു ഷോറൂം എന്നുള്ള നിലയ്ക്ക്, ഒരു സ്റ്റുഡിയോ എന്ന നിലയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരെ കാണാനായിട്ട് ഇന്ന പോലെയൊക്കെ ചെയ്യും. ഇപ്പം നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഡിസൈൻ തന്നെ അതുപോലുള്ളതും ഇപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. വെള്ളം മാത്രമേ ശരിക്കും തന്നെ ശത്രുവായിട്ടുള്ളൂ. ശത്രു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കിച്ചണിൽ നമുക്കിത് വേണമെന്നുണ്ടെന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺസെപ്റ്റ് ഡിസൈൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് വെള്ളം ഇല്ലാത്ത ഏരിയകളുണ്ടല്ലോ അവിടെ യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. കിച്ചൺ ടൈലിന്റെ മുകളിൽ വരെ ഒട്ടിച്ചു കൊടുക്കും. ചില കസ്റ്റമർക്ക് അതായത് ടൈൽ ഇഷ്ടപ്പെടാൻ അതിന്റെ മുകളിൽ വരെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓ, കട്ട് ചെയ്ത് നമുക്കത് ചെയ്യാൻ സാധിക്കുമല്ലോ? ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എനിക്കൊന്ന് വേസ്റ്റേജും കുറെ കൂടെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ കാണുന്ന അത് ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു ഇഷ്ടിക കൊണ്ട് തേക്കാത്ത ഒരു ഇതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം അത്ര ഗംഭീരമായിട്ടാണ് അതിന്റെ ഒരു 3D പ്രൊജക്ഷൻ വന്നിരിക്കുന്നത്. ചില കസ്റ്റമേഴ്സിന് ബ്രിക്സ് തന്നെ ചോദിച്ചു വരുന്നവരുണ്ട്. ചില ഷോപ്സിലെ, ചില റെസ്റ്റോറൻറ്റ്സിലാണെങ്കിൽ കൂടെ ചില ഏരിയകളെ, കഫേ ഷോപ്സ് എല്ലാം ബ്രിക്സ് ചോദിച്ചു വരുന്നവരുണ്ട്. വാൾപേപ്പേഴ്സിന്റെ അധികം ഷോറൂംസ് അല്ലെങ്കിൽ അതിൽ ഷോറൂംസിൽ എടുക്കാൻ ചെല്ലുമ്പോൾ പല ആൾക്കാരും റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവും അവരവരുടേതായിട്ട്. പല കാരണം. പണ്ടൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, TP ബാലഗോപാൽ, മോഹൻലാൽ പറിച്ചിട്ട് ടോട്ടലി ഡിഫറെന്റ് ആണ് മെറ്റീരിയൽ. അതെ, അതായത് പണ്ട് പേപ്പർ തന്നെയായിരുന്നു. അതിനുശേഷം പേപ്പർ എന്നുള്ള കൺസെപ്റ്റ്, വാൾപേപ്പർ എന്നുള്ള ഒരു ബ്രാൻഡ് മാറാതെ പേപ്പർ എന്നുള്ള കൺസെപ്റ്റ് മാറി വേറെ മെറ്റീരിയലിലോട്ട് വന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്കിത് ഒരു അവസരം തന്ന ജൻ എൻ്റർപ്രൈസസിൻ്റെ അതിൻ്റെ സാരഥികളോടും അതുപോലെ തന്നെ താങ്കളോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വാൾപേപ്പറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മാർഷൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇവരുടെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കേരളത്തിൽ ലഭിക്കുന്നതാണ്. ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ കാര്യം. അത് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലോട്ട് ഫോട്ടോ ഇട്ടാൽ മതിയാവും. നമ്പർ ഇടണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോ വീഡിയോയിലും ഓരോരുത്തരെയും കാണിക്കാം. ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്തൊരു മികച്ച വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.